നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബജറ്റ് ജനപ്രിയമാകണമെന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും മുഖ്യമന്ത്രിയുടെയും ആവശ്യം ധനമന്ത്രി KN ബാലഗോപാൽ തള്ളി. രണ്ടാം പിണറായി സർക്കാരിലെ അവസാന സമ്പൂർണ്ണ ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. തനിക്ക് പാർട്ടിയല്ല സംസ്ഥാനമാണ് വലുത് എന്നാണ് ബാലഗോപാലിന്റെ നിലപാട്. ക്ഷേമ പെൻഷൻ കൂടുമെന്ന പ്രതീക്ഷയുടെ തിരുനാളം ഇല്ലാതെയായി. എന്നാൽ സർക്കാർ ജീവനക്കാർക്ക് നൽകുകയും ചെയ്തു. ഭൂനികുതി കുത്തനെ കൂടിയ ധനമന്ത്രിയുടെ ബജറ്റിൽ CPM പൂർണ്ണമായി എതിരായി. ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കണമെന്ന ആവശ്യവും ധനമന്ത്രി തള്ളി. 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി കൂപ്പുകുത്തുമെന്ന് ഉറപ്പായി. കിഫ്ബിയുടെ കൈ സാധാരണക്കാരന്റെ പോക്കറ്റിലാകുമെന്ന് ഉറപ്പായി. ബാലഗോപാൽ CPMന് അപ്രിയനാണ് എന്ന് ചുരുക്കം. സർക്കാർ ജീവനക്കാർക്കും സാധാരണക്കാർക്കും ബാലഗോപാൽ പൂർണ്ണമായി എതിരായി. സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുക്കാതെ ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കണമെന്ന CPM നിലപാടാണ് മന്ത്രി തള്ളിയത്. മുഖ്യമന്ത്രിക്കും പാർട്ടിയുടെ അഭിപ്രായം തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ സ്വന്തം സഹോദരനും ഫിനാൻസ് കമ്മീഷൻ ചെയർമാനുമായ KN ഹരിലാൽ ഉൾപ്പെടെയുള്ളവരുമായി നിരവധി തവണ കൂടിയാലോചനകൾ നടത്തിയ മന്ത്രി യഥാർത്ഥ ബോധമുള്ള ഒരു ബജറ്റ് മാത്രം അവതരിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു നടപടിയും സ്വീകരിക്കാൻ താൻ തയ്യാറല്ല എന്ന് ധനമന്ത്രി സർക്കാരിനെ അറിയിച്ചു. 1 ലക്ഷം കോടിയിലധികം രൂപ കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്നാണ് ബാലഗോപാലിന്റെ വാദം. കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരളത്തിന് ലഭിക്കേണ്ട നികുതി വിഹിതം 1.9%. നേരത്തെ ഇത് 3.8% ആയിരുന്നു. 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് കിട്ടിയതിന്റെ പകുതി മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ വർഷം 21 കോടി രൂപയോളം കിട്ടണം. പഴയ കണക്കനുസരിച്ചാണെങ്കിൽ 42,000 കോടി കിട്ടേണ്ടതാണ്. ഇതിൽ മാത്രം 21,000 കോടിയുടെ കുറവുണ്ട്. ഏതാണ്ട് 57,000 കോടിയുടെ കുറവ് കേന്ദ്രത്തിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് ഉണ്ടായി. ഇതാണ് ധനമന്ത്രിയുടെ കണക്ക്. ഇതിൽ സാമ്പത്തിക പ്രതിസന്ധിയിലൂന്നിയ ബജറ്റ് മാത്രം താൻ അവതരിപ്പിക്കുമെന്നാണ് ബാലഗോപാൽ പറയുന്നത്. എന്നാൽ ധനസ്ഥിതിയിൽ മികച്ച പുരോഗതി ഉണ്ടാകുന്നുണ്ടെന്നാണ് മന്ത്രി പറയുന്നത്. ധനനെരുക്കം ജനങ്ങളിൽ നിന്നും താൻ മറച്ചുവെച്ചില്ല എന്നും പറയുന്നു. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ ഗണ്യമായി വർദ്ധിക്കണമെന്ന ആവശ്യം CPM മുന്നോട്ട് വെച്ചിരുന്നു. AKG സെന്ററിൽ തയ്യാറാക്കുന്ന ബജറ്റ് അവതരിപ്പിച്ചാൽ മതി എന്ന സമ്മർദ്ദവും മന്ത്രിക്കുണ്ടായിരുന്നു. ക്ഷേമ പെൻഷൻ 2,000 രൂപയെങ്കിലും ആക്കണം എന്നാണ് CPMന്റെ ആവശ്യം. എന്നാൽ ഒരു ചില്ലി പൈസ പോലും വർദ്ധിച്ചില്ല. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തിരികെ നൽകണമെന്ന ആവശ്യവും ഉന്നയിച്ചു. ഇതിൽ DA, ശമ്പള പരിഷ്കരണം, കുടിശ്ശിക എന്നിവ നൽകാൻ മാത്രം ബാലഗോപാൽ തയ്യാറായി. പങ്കാളിത്ത പെൻഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പുനരാലോചിക്കണമെന്നും ആവശ്യം ഉയർന്നിരുന്നു. 2 or 3 TA പ്രഖ്യാപിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചേ തീരൂ എന്ന് പാർട്ടി പറയുന്നു. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കണമെന്നും പാർട്ടി നിർദ്ദേശിച്ചു. എന്നാൽ ഇത് ധനമന്ത്രി അംഗീകരിച്ചില്ല. ബജറ്റ് ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണ് എന്ന് CPM പറയുന്നു. എന്നാൽ മന്ത്രി അങ്ങനെയല്ല കരുതുന്നത്. നികുതി വർദ്ധിപ്പിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം മന്ത്രിക്ക് മുന്നിലുണ്ടായിരുന്നു. എന്നാൽ സെസ്സും നികുതിയും ഈടാക്കണം എന്ന അഭിപ്രായമാണ് മന്ത്രിക്കുള്ളത്. സർക്കാർ നൽകുന്ന സേവനങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. തദ്ദേശ സ്ഥാപന ഇലക്ഷന് മാസങ്ങൾ മാത്രം ശേഷിക്കെ നികുതി ഏർപ്പെടുത്തുന്നതിൽ പാർട്ടിക്ക് യോജിപ്പില്ല. ചുരുക്കത്തിൽ ബാലഗോപാലിന്റെ ബജറ്റും നിർമ്മലാ സീതാരാമന്റെ ബജറ്റും ഒരുപോലെ ആയിരിക്കുമെന്നടക്കം പറയുന്ന നേതാക്കൾ CPMൽ തന്നെ നിരവധിയുണ്ട്. KN ബാലഗോപാൽ ഒട്ടും പൊളിറ്റിക്കൽ അല്ല എന്ന് കരുതുന്ന ഇടതുമുന്നണി നേതാക്കൾ നിരവധിയാണ്. ഘടകകക്ഷി നേതാക്കളും ബാലഗോപാലിനോട് കൂറില്ല. തങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾ ഒന്നും ധനമന്ത്രി അനുസരിക്കുന്നില്ല എന്നാണ് അവരുടെ പരാതി. ഇപ്പോൾ ചില മന്ത്രിമാരും ബാലഗോപാലിനെതിരെയാണ്. കാര്യം നടക്കുന്നില്ല എന്നാണ് പലരുടെയും പരാതി. എന്നാൽ ദൂരത്തിലെത്താൻ തയ്യാറല്ല എന്നാണ് മന്ത്രിയുടെ നിലപാട്. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചു. ലൈഫ് മിഷൻ പദ്ധതി പൊളിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചു. റബ്ബറിന്റെ തറവില 180 ആക്കിയപ്പോൾ മാർക്കറ്റിൽ 208 രൂപ ഉണ്ട്. ഭൂനികുതിയിൽ 50% വർധനവ് വരുത്തിയത് സകലരെയും ശത്രുവാക്കി. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിനെ പഴിചാരാനാണ് ബാലഗോപാൽ ശ്രമിക്കുന്നത്. നികുതി പിരിച്ചതിലുൾപ്പെടെയുള്ള സർക്കാരിന്റെ വീഴ്ചകൾക്കെതിരെ വിമർശനം ഉയരുമ്പോഴാണ് ധനമന്ത്രി കേന്ദ്രത്തെ പഴിചാരി തലയൂരാൻ ശ്രമിക്കുന്നത്.